20 വർഷത്തിന് ശേഷമുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള ചിത്രം താങ്കൾക്ക് തന്നെ ഒന്ന് പറയാം. ആഗ്രഹങ്ങളെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ അറിയപ്പെടണമെന്നായിരിക്കും താങ്കൾ ആഗ്രഹിക്കുന്നത്? അതെ, 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. കണ്ടില്ലേ, ക്യാൻഡിൽ ലൈറ്റ്. ടേബിളിലായിരുന്നു ഒരു വീഞ്ഞ പെട്ടി കിട്ടി. ടേബിൾ കവറിന് ഒരു ബെഡ്ഷീറ്റ്. കുറച്ച് കയറിയതാ, പക്ഷെ ഇരിക്കാൻ 2 ബെസ്റ്റ് ചാക്കേട്ട്. കുറെ നാളായി ആ താര നമ്മളായിട്ട് ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്. അവക്കിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. എന്റെ കാര്യത്തിന് വേണ്ടി നീ ഇത്രയും ബുദ്ധിമുട്ടാൻ തയ്യാറാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ. അളിയ, അതല്ലടാ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ഇന്ന് തന്നെ നീനെ വിളിച്ച് അവളെ എങ്ങാനും നീ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഈ കൈ ഞാൻ അരിഞ്ഞളയും. നിനക്ക് മതിയായില്ലടി. വിസിൽ രാധാ. कौन है तू? प्रलय. आप लोगों की एक कीमती चीज मैं लेके जा रहा हूं. आई होप यू डोंट माइंड. इससे बड़ी जंग अब तक नहीं देखी होगी. नीड टू एक्ट नाउ. يا بديع السماوات والأرض. 20 വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. എന്റെ പിള്ളേരെ തൊടുവടാ. Qureshi Abra. He's coming back. ഒരു നല്ല കുടുംബസ്ഥനായിരിക്കണം. എൻ്റെ അമ്മയ്ക്കൊരു നല്ല മകനായിരിക്കണം. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ശക്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കൊരു വണ്ടിയിലാണ്. അപ്പോൾ ചേട്ടനും ഞാനും അച്ഛനോട് ആംബുലൻസിലാണ്. അപ്പോൾ അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരിക്കും, അമ്മ എന്ത് ചെയ്യും? ചേട്ടനും ഞാനും ഓക്കെ, അമ്മ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്തു എന്നുള്ളൊരു ഉത്തരമാണ് ഇന്ദ്രയത്തും എന്നിവിടെ നിൽക്കുന്ന ഞാൻ. എൻ്റെ അച്ഛൻ്റെ ഐഡിയോളജീസിന് ചീത്ത പേര് വരുത്താതെ
ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് ഒരു നല്ല ഭർത്താവായിരിക്കണം എന്ന് പറഞ്ഞില്ല. കുടുംബം എന്നുദ്ദേശിച്ച അതാണ്. താരം തെളിഞ്ഞു മനസ്സിനുള്ളിൽ പാതിരമുറയുന്നു ആകാശക്കൊമ്പിൽ പാട്ടിൻ ചുണ്ടത്ത് ഒരു പൂങ്കുയിലേ എല്ലാം കയ്യിൽ വേണം. അപ്പോൾ താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താരകമേ